നേരത്തെ വി ഡി സതീശൻ ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പോയിരുന്നു. പിന്നീട് തിരിച്ചു കയറിയെങ്കിലും LDF നല്ല ഭൂരിപക്ഷം എടുത്തിരുന്നു. ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് വി ഡി സതീശൻ പറവൂരിൽ ലീഡ് നേടിയിരിക്കുകയാണ്. കൊച്ചിയിൽ 3000-ലേറെ വോട്ടുകൾക്കാണ് LDFന്റെ KJ മാക്സി ഡൊമിനിക് പ്രസന്റേഷനെ മറികടന്ന് മുന്നിട്ട് നിൽക്കുന്നത്. റൈറ്റ്, സനൂപാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് ഇപ്പോഴും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മത്സരം തൃപ്പൂണിത്തുറയിലും പെരുമ്പാവൂരിലുമാണെന്ന് പറയാം. തൃപ്പൂണിത്തുറയിൽ M സ്വരാജ് LDF സ്ഥാനാർത്ഥി 2102 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മന്ത്രിയുമായ K ബാബുവിനേക്കാൾ ലീഡ് നിലനിർത്തുന്നുണ്ട്. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA സാജു പോളിനേക്കാൾ എൽദോസ് കുന്നപ്പള്ളി 3906 വോട്ടിന്റെ ലീഡ് നിലനിർത്തുന്നു. 89 മണ്ഡലങ്ങളിൽ, സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 89 ഇടത്ത് ഇടതുപക്ഷം വ്യക്തമായ ലീഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്നു. UDF 48 മണ്ഡലങ്ങളിൽ, NDA 2 ഇടത്ത്. തിരുവനന്തപുരത്തെ നേമത്താണ് NDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലം. അവിടെ BJP NDA സ്ഥാനാർത്ഥി O രാജഗോപാൽ 8000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കിനേക്കാൾ എൽദോ എബ്രഹാം 5000-ൽ പരം വോട്ടുകൾക്ക് മുന്നിലാണ്. തൃപ്പൂണിത്തുറയിൽ ലീഡ് നില മാറി വരുന്നു. സ്വരാജിന് ഏതാണ്ട് 1000-ൽ പരം വോട്ടുകളുടെ ലീഡ് ഇപ്പോഴുണ്ട്. പയ്യന്നൂരിൽ ശ്രീകൃഷ്ണന്റെ ലീഡ് 2000 കടന്നു. EP ജയരാജന്റെ ലീഡ് 4000 കടന്നു. പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജിന്റെ ലീഡ് 9000 കടന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലും തിരുവമ്പാടിയിലും കഴക്കൂട്ടത്തും വർക്കലയിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തുമുണ്ട്. തെരഞ്ഞെടുപ്പ് ചിത്രം തിരുവമ്പാടി മണ്ഡലം ഇത്തവണ ഇടതുപക്ഷം തിരിച്ചു പിടിച്ചിരിക്കുന്നു. തിരുവമ്പാടി മണ്ഡലത്തിലെ വിജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോർജ് M തോമസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് M തോമസ്, 3008 ജോർജ് M തോമസ് തിരുവമ്പാടിയിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥിയുടെ ലീഡ് 3008. തിരുവമ്പാടി ശക്തമായ പോരാട്ടത്തിനൊടുവിൽ തിരുവമ്പാടി ഇടതുപക്ഷം തിരിച്ചു പിടിച്ചിരിക്കുന്നു. കോഴിക്കോട്ട് ഇടതുപക്ഷം നടത്തിയ തിരുവമ്പാടി തിരിച്ചുപിടിക്കാൻ ആയി ഇടതുപക്ഷത്തിന് 3008 വോട്ടിന്റെ ലീഡാണ് ജോർജ് M തോമസിനുള്ളത്. ജയേഷ് രാഘവൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്നുണ്ട്. ജയേഷ്, എന്താണ് കോഴിക്കോട്ട് ഇപ്പോഴത്തെ പൊതുസ്ഥിതി? ജോർജ് M തോമസിന്റെ വിജയം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്? ടെലിഫോൺ ലൈനിൽ തകരാറുണ്ട്, ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. 90 സീറ്റിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. UDF 47, NDA 2 ഇടത്ത്, അതേഴ്സ് 1 എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 5-6 മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ അടുത്ത 5 വർഷത്തെ ഭരണം ഇടത് കരങ്ങളിലേക്ക് പോകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് 90 സീറ്റുകളിൽ ഇടതുപക്ഷം ഇപ്പോൾ നടത്തുന്ന മുന്നേറ്റം. ആ 90 സീറ്റുകളിൽ വിജയിച്ച സീറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ ഇടത് സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത. AN ഷംസീറിന്റെ പ്രതികരണത്തിലേക്ക്. കലശയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരെ എനിക്ക് വോട്ട് ചെയ്ത മുന്നോട്ട് അറിയിക്കുകയാണ്. രാഷ്ട്രീയമായി UDFിന് കനത്ത തിരിച്ചടിയാണിത്. അങ്ങേയറ്റം വർഗീയത അളക്കിവിടുക എന്ന് UDF തലശ്ശേരി മണ്ഡലത്തിൽ. ആ UDFിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് കനത്ത പ്രഹാരമാണ് തലശ്ശേരി. UDF ഇനിയെങ്കിലും രാഷ്ട്രീയം പറയണം. തലശ്ശേരി നെറികെട്ട വ്യക്തിഹത്യയും വർഗീയതയും ഉപേക്ഷിക്കാൻ UDF മുന്നോട്ട് വന്നാൽ UDFിന് ഇനി തകരാതെ പോകാം. ഇനിയും ഇതേ രീതി തന്നെയാണ് UDF തുടരുന്നതെങ്കിൽ തലശ്ശേരിയിൽ UDFിന്റെ തകർച്ച പൂർണ്ണമാവുമെന്ന് എനിക്ക് ഉറപ്പിക്കാനുള്ളൂ. വ്യക്തിപരമായി ആക്രമിക്കുകയായിരുന്നു UDF 50 ദിവസം. വ്യക്തിഹത്യക്കായിരുന്നു നേതൃത്വം കൊടുത്തത്. തീർച്ചയായും ആ വ്യക്തിഹത്യക്ക് എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർ, അവരുടെ മുന്നിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചെറിയ പ്രായം മുതൽ എന്നെ അറിയുന്നവരാണ് തലശ്ശേരിക്കാർ. അവർക്കറിയാം ഞാനെന്താണ്. ആ എന്നെക്കുറിച്ച് അവർ നടത്തിയ അപവാദ പ്രചരണങ്ങൾക്കും വ്യക്തിഹത്യക്കും തലശ്ശേരി ജനങ്ങളുടെ ശക്തിയായ പ്രതികാരമായിരുന്നു തെരഞ്ഞെടുപ്പിൽ കാണിച്ചത്. തീർച്ചയായും മുഴുവൻ വോട്ടർമാർക്കും നന്ദിയുണ്ട്. അതോടൊപ്പം എനിക്ക് ഇത്രയും വിജയിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്.
തലശ്ശേരിയിൽ വിജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി AN ഷംസീർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തലശ്ശേരിയിലെ ജനങ്ങൾ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ കൂടി വിശദീകരിക്കുകയായിരുന്നു AN ഷംസീർ. കാസർഗോഡ് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഉദുമയിൽ വീണ്ടും ഉദുമയിലെ ലീഡ് നിലയിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ശക്തമായ പോരാട്ടം നടക്കുന്ന ഉദുമയിൽ കെ സുധാകരൻ പിന്നിലായിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ പിന്നിലാവുകയും LDF സ്ഥാനാർത്ഥി കെ കുഞ്ഞിരാമൻ 1096 വോട്ടിന്റെ ലീഡ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് കാസർഗോട്ടെ ഉദുമയിൽ. കാസർഗോട്ട് 3 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മുന്നേറ്റം നടത്തുന്നു. മഞ്ചേശ്വരത്തും കാസർഗോഡും നേരത്തെ മഞ്ചേശ്വരത്തും കാസർഗോഡും NDA സ്ഥാനാർത്ഥികൾക്ക് നേരിയ ലീഡുണ്ടായിരുന്നു. അതിപ്പോൾ മാറി. മഞ്ചേശ്വരത്തും കാസർഗോഡും ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾ മുന്നേറ്റം നടത്തുകയാണ്. കാസർഗോട്ടെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 3ഇടത്ത് ഇടതുപക്ഷ മുന്നേറ്റം നടത്തുന്നു. 2ഇടത്ത് UDFന് മുന്നേറ്റം. 90 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷം ഇപ്പോൾ സംസ്ഥാനത്ത് ലീഡ് ചെയ്യുന്നത്. 48ഇടത്ത് UDF. NDA തിരുവനന്തപുരത്തെ നേമത്തേക്ക് മാത്രമായി NDAയുടെ ശ്രദ്ധ ചുരുങ്ങിയിരിക്കുന്നു. മറ്റുള്ളവരെ പൂഞ്ഞാറിൽ PC ജോർജ് വിജയത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. 9000-ൽ പരം വോട്ടിന്റെ ലീഡ് ഇപ്പോഴുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത്, അതായത് NDA പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഏക മണ്ഡലമായ നേമത്ത് ഇപ്പോൾ O രാജഗോപാലിന്റെ ലീഡ് നില 8000-ൽ നിന്ന് 6000 ചില്ലുവാനുമായി കുറഞ്ഞിരിക്കുന്നു. 6746 O രാജഗോപാലിന്റെ ലീഡ് നില തിരുവനന്തപുരത്തെ നേമത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇനി എണ്ണാനുള്ളത് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ചില മേഖലകളിലെ വോട്ടുകൾ കൂടിയാണ്. 6000 ചില്ലുവാനും എന്ന O രാജഗോപാലിന്റെ ലീഡ് മറികടക്കാനാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. O രാജഗോപാലിന്റെ ലീഡ് 6706 8000-ൽ പരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന NDA സ്ഥാനാർത്ഥി O രാജഗോപാലിന്റെ ലീഡ് നില 6706 നിലവിൽ ചുരുങ്ങിയിരിക്കുന്നു. കഴക്കൂട്ടത്തെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത, കഴക്കൂട്ടത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ 7347 വോട്ടിന് മുന്നിലാണ്. എന്നാൽ കഴക്കൂട്ടത്തെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് NDA സ്ഥാനാർത്ഥി V മുരളീധരനാണ്. കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴക്കൂട്ടത്ത് നിന്നുള്ള വാർത്ത. വട്ടിയൂർക്കാവിൽ വലിയ പോരാട്ടം നടക്കുന്ന ത്രികോണ മത്സരം നടന്ന വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ 2992 വോട്ടുകൾക്ക് കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥി മുന്നിലാണ്. കെ മുരളീധരൻ സിറ്റിംഗ് MLA. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ 2992 വോട്ടുകൾക്ക് മുന്നിലാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, വട്ടിയൂർക്കാവിലെ 2ാം സ്ഥാനം NDA സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരനാണ് എന്നുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ VS ശിവകുമാർ മുന്നിൽ 5336 വോട്ടുകൾക്ക്. 2ാം സ്ഥാനത്തുള്ളത് NDA സ്ഥാനാർത്ഥി ശ്രീശാന്താണ്. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലമുണ്ട്. അസ്ലം, നേമത്ത് തിരുവനന്തപുരത്ത് നിന്ന് സജീഷ് ഉണ്ട്. തിരുവനന്തപുരത്തിന്റെ വോട്ട് ചിത്രം നൽകാനായി സജീഷ്, ആദ്യം പറയേണ്ടത് നേമത്തെ അവസ്ഥയാണ്. നേമത്ത് O രാജഗോപാലിന്റെ വോട്ട് നിലയിൽ കുറവുണ്ടായിരിക്കുന്നു, 6706 ആയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകതയുള്ളതാണ്, കഴക്കൂട്ടത്ത് UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. വട്ടിയൂർക്കാവിൽ LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. എന്താണ് തിരുവനന്തപുരത്തെ വോട്ട് ചിത്രം നൽകുന്ന രാഷ്ട്രീയ സൂചനകൾ? തീർച്ചയായും ഗോപി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ അത് നേമത്ത് ആയിരിക്കും എന്ന് BJPക്ക് ഏതാണ്ട് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ O രാജഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാജഗോപാലിന്റെ ഏതാണ്ട് 9000-ഓളം വരുന്ന ലീഡ് ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നു എന്നാണ് LDFന് ആശ്വസിക്കാനുള്ള ഒരു കാര്യം. ഇനി എണ്ണാനുള്ള ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും ബൂത്തുകളും LDFന് കഴിഞ്ഞ കൂടിയിലും ലോക്സഭയിലും ഒക്കെ ലീഡ് നൽകിയ സ്ഥലമാണ്. ഏതാണ്ട് 10000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മാത്രം ഈ 4 പഞ്ചായത്തുകൾ LDF ഉണ്ടായിരുന്നു. ആ രീതിയിൽ സമാനമായ രീതിയിൽ ലീഡ് ഇത്തവണ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജഗോപാലിന്റെ ജയം തടയാൻ കഴിയും എന്നൊരു പ്രതീക്ഷ LDFനുണ്ട്. പക്ഷേ BJP പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ അവർക്ക് കൂടുതൽ ലീഡ് ലഭിച്ചത് LDFനെ അലട്ടുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും നേമത്തെ കാര്യങ്ങൾ അപ്രവചനീയമാണ്. നമുക്ക് 2 or 3 റൗണ്ട് കൂടി കഴിഞ്ഞാൽ മാത്രമേ നേമത്ത് ആര് ജയിക്കും എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ കഴിയൂ. അതേസമയം തിരുവനന്തപുരത്ത് LDF മികച്ച ഒരു മുന്നേറ്റം നടത്തുന്നുവെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ മൊത്തമുള്ള 14 സീറ്റിൽ 6 സീറ്റ് മാത്രമാണ് LDFന് ലഭിച്ചത്. 8 സീറ്റ് UDFനായിരുന്നു. പിന്നീട് നെയ്യാറ്റിൻകരയിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടതോടുകൂടി LDFന്റെ അംഗസംഖ്യ 5ആയി ചുരുങ്ങുകയും ചെയ്തു. ഇത്തവണ മധുര പ്രതികാരം എന്ന രീതിയിൽ നെയ്യാറ്റിൻകരയിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ചിരിക്കുകയാണ്. ആൻസലിനാണ് LDF സ്ഥാനാർത്ഥി. ഏതാണ്ട് 10000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്
നെയ്യാറ്റിൻകരയിൽ ആർ സെൽവരാജിനെ തോൽപ്പിച്ചുകൊണ്ട് LDF ആ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നത് വലിയൊരു മധുര പ്രതികാരം എന്ന് തന്നെ LDF പറയാം. ഒപ്പം തന്നെ വർക്കല LDF UDF ഉറപ്പിച്ചൊരു മണ്ഡലമായിരുന്നു. പക്ഷെ വർക്കലയിലും വി ജോയി ഇപ്പോൾ ഏതാണ്ട് വിജയത്തിലേക്ക് പോകുന്നു എന്ന വിവരമാണുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴക്കൂട്ടത്ത് LDF സ്ഥാനത്ത് കടകംപള്ളി ജയം ഉറപ്പിച്ചിരുന്നു. പക്ഷേ കഴക്കൂട്ടത്ത് UDF 3ാം സ്ഥാനത്തേക്ക് പോയി. ഇവിടെ വി മുരളീധരനാണ് BJP സ്ഥാനത്ത് 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അതേസമയം വട്ടിയൂർക്കാവിൽ BJPയും UDFും തമ്മിൽ നേർക്കുനേർ പോരാട്ടം. അവിടെ കെ മുരളീധരൻ ഇപ്പോൾ ഏതാണ്ട് 3000-ൽ പരം ലീഡ് ഉണ്ട് എങ്കിൽ പോലും ഇപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ TN സീമ LDF സ്ഥാനത്ത് 3ാം സ്ഥാനത്താണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഏതാണ്ട് 9 ഇടങ്ങളിൽ ജയം ഉറപ്പിച്ചു എന്ന് പറയാം. UDFിന് 4 ഇടങ്ങളിലും. തിരുവനന്തപുരത്തെ വോട്ട് ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം നടത്താൻ തിരുവനന്തപുരം ജില്ലയിൽ സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് ഏതാണ്ട് 9 ഇടത്ത് ഇടതുപക്ഷത്തിന് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, നേമത്ത് ഒ രാജഗോപാലിന്റെ ലീഡ് ഇപ്പോൾ 7282 6707 നിന്ന് വീണ്ടും ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യു ഷൈജു ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ. ആലപ്പുഴയിൽ നിന്നും യു ഷൈജു വിവരങ്ങൾ നൽകാനുണ്ട്. ഷൈജു, 1-2 കാര്യങ്ങൾ. ഒന്ന്, ചെങ്ങന്നൂരിൽ NDAക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു. അവിടെ PC വിശ്വനാഥ് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന 1281 വോട്ടുകൾക്കാണ്. അവിടെ ശ്രീധരൻ പിള്ള ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. പിന്നെ ഒന്ന്, വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന BDJSന് പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലമാണ് കുട്ടനാട്. അവിടെ തോമസ് ചാണ്ടി 3778 വോട്ടുകൾക്ക് മുന്നിലാണെന്ന് മാത്രമല്ല UDF സ്ഥാനാർത്ഥിയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ BDJS എവിടെയുമില്ലാത്ത സാധ്യതയിലേക്ക് മാറിയിരിക്കുന്നു. എന്താണ് ആലപ്പുഴയിലെ ഈ 2 മണ്ഡലങ്ങളിലെയും ഫലങ്ങൾ നൽകുന്ന രാഷ്ട്രീയ സൂചനകൾ? ഷൈജോ, 91 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം മുന്നേറ്റം നടത്തുന്നു. 47 ഇടത്ത് UDF, 1 ഇടത്ത് NDA എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജയേഷ് രാഘവനുണ്ട് കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം നൽകാൻ വേണ്ടി. ജയേഷ്, കോഴിക്കോട്ട് ഇടതുപക്ഷത്തിന് ഏതാണ്ട് 10-11 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലീഡ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ടത് കുന്നമംഗലത്ത് PTA റഹീം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, തിരുവമ്പാടിയിൽ ഉണ്ടായിട്ടുള്ള വിജയമാണ്. എന്താണ് കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം? ഗോപികൃഷ്ണൻ, തിരുവമ്പാടിയിൽ ഇത്തവണ LDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 2880 വോട്ടുകൾക്കാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച CPIM-ലെ ജോർജൻ തോമസ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ ക്രിസ്ത്യൻ മേഖലകളിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായൊരു മുന്നേറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ മേഖലകൾക്ക് തന്നെ UDFും LDFും ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ തിരുവമ്പാടി പഞ്ചായത്ത്, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല, തിരുവമ്പാടി പഞ്ചായത്ത് നൽകിയ ഭൂരിപക്ഷമാണ് ജോർജൻ തോമസിനെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2880 വോട്ടുകൾക്കാണ് ജോർജൻ തോമസ് വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുന്നമംഗലത്ത് T സിദ്ദിഖ് പരാജയപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. 2800-ലധികം വോട്ടിന് സിദ്ദിഖ് ഇപ്പോൾ പുറകിലാണ്. ഇനി കാര്യമായ UDFിന് പ്രതീക്ഷയുള്ള പഞ്ചായത്തുകൾ എണ്ണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടവരും. അതുപോലെ തന്നെ അട്ടിമറി സാധ്യത നിലനിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലത്തിലാണ്. കുറ്റ്യാടി മണ്ഡലത്തിൽ സിറ്റിംഗ് MLA KK ലതിക 1000-ഓളം വോട്ടുകൾക്ക് പിറകിലാകുന്ന ഒരു സാഹചര്യമാണ് കാണാനുള്ളത്. ഇനി തിരുവള്ളൂർ പഞ്ചായത്ത് മാത്രമാണ് കുറ്റ്യാടിയിൽ എണ്ണാനുള്ളത്. തിരുവള്ളൂർ പഞ്ചായത്ത് UDFിന് സ്വാഭാവികമായി മേധാവിത്വമുള്ള പഞ്ചായത്താണ്. കുറ്റ്യാടിയിൽ ഒരു അട്ടിമറി വിജയത്തിനുള്ള സാധ്യതയാണ് UDFിന് കാണുന്നത്. കുറ്റ്യാടിയിൽ മുസ്ലിം ലീഗിലെ പാറക്കൽ അബ്ദുള്ള വിജയത്തോട് അടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് അവസാനമായി നൽകാൻ പറ്റുന്ന ചിത്രം. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇടതുമുന്നണി വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന കാസർഗോഡ്. ഞാൻ തിരിച്ചു വരാം ജയേഷ്. കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന് വിജയിച്ചിരിക്കുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു പ്രതീക്ഷയും NDAക്ക് ഇനി കാസർഗോഡ് മണ്ഡലത്തിൽ ആവശ്യമില്ല. എന്നെ നെല്ലിക്കുന്ന് കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നു. ഷഫീഖ് നസറുള്ള കാസർഗോഡ് നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. കാസർഗോഡ് എന്നെ നെല്ലിക്കുന്നിന്റെ വിജയ വാർത്തയാണ് ഇപ്പോൾ തരാനുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് NDA സ്ഥാനാർത്ഥി രവിഷ തന്ത്രി കുന്താറാണ്. കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളിലേക്ക് വരാം. ഷഫീഖ് നസറുള്ള വിവരങ്ങളുമായിട്ട്. ഷഫീഖ്, കാസർഗോഡ് മണ്ഡലത്തിൽ
വിവരം അവിടുത്തെ ഫലം ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നെ നെല്ലിക്കുന്നിനാണ് വിജയം. രണ്ടാം സ്ഥാനത്ത് NDA. മറ്റെന്തെല്ലാം വിവരങ്ങൾ? 8607 വോട്ടിനാണ് എന്നെ നെല്ലിക്കുന്ന് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. കാലങ്ങളായി NDA രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് കാസർഗോഡ്. ഇത്തവണ INLന്റെ പ്രതിനിധിയായിട്ട് ഡോക്ടർ A അമീൻ മത്സരിക്കുമ്പോൾ വലിയ വോട്ട് പിടിക്കും എന്ന ധാരണയുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 16,000-ഓളം വോട്ടാണ് LDF ലഭിച്ചത്. ഇത്തവണ അത് 20,000-ഓളമായി മാറി. വ്യക്തമായ ഒരു വിജയം എന്നെ നെല്ലിക്കുന്ന് നേടിയിരിക്കുന്നു. മഞ്ചേശ്വരത്ത് ഇനി വോട്ടിൽ ഭൂരിപക്ഷത്തിൽ നേരിയ വ്യത്യാസം കണ്ടു. എന്നാലും UDF നേതൃത്വമുള്ള മേഖലകൾ തന്നെയാണ് എണ്ണാനുള്ളത്. അവിടെയും NDAക്ക് വലിയ പ്രതീക്ഷ പുലർത്താൻ കഴിയില്ല. ഉദുമയാണ് K സുധാകരന്റെ വരവോടുകൂടി ഏറെ ചർച്ചയായ ഒരു മണ്ഡലം. K സുധാകരൻ അവിടെ ആദ്യം മുതൽ ലീഡ് നേടിയിരുന്നു. എന്നാൽ LDFന് വലിയ മേധാവിത്വമുള്ള പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരിയ വ്യത്യാസത്തിൽ LDF തന്നെ ജയിക്കും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാഞ്ഞങ്ങാടും ക്രിക്കറ്റ് ബോർഡും LDF നല്ല മേധാവിത്വമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 2011 സമാനമായ 3 ഇടത്ത് LDFും 2 ഇടത്ത് UDFും എന്ന 2011 റിസൾട്ട് തന്നെ ആവർത്തിക്കാനാണ് ഇത്തവണയും സാധ്യത. റൈറ്റ്. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മണ്ഡലത്തിൽ എന്നെ നെല്ലിക്കുന്ന് വിജയിച്ചിരിക്കുന്നു. 8607 വോട്ടിന്റെ ലീഡാണ് നിലവിൽ കാണുന്നത്. മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥി PB അബ്ദുൾ റസാഖ് മുന്നിലാണ്. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഉദുമയിൽ LDF സ്ഥാനാർത്ഥി K കുഞ്ഞിരാമൻ മുന്നിൽ നിൽക്കുന്നു. 2405 വോട്ടിന്റെ ലീഡ് ഉദുമയിൽ K കുഞ്ഞിരാമനുണ്ട്. K സുധാകരൻ UDF സ്ഥാനാർത്ഥി ഇപ്പോൾ പിന്നിലാണ്. കാഞ്ഞങ്ങാട് LDF സ്ഥാനാർത്ഥി E ചന്ദ്രശേഖരൻ മുന്നിൽ. തൃക്കരിപ്പൂരിൽ LDF സ്ഥാനാർത്ഥി രാജഗോപാലൻ മുന്നിൽ. ഒടുവിലത്തെ നില എങ്ങനെയാണ്? 90 സീറ്റുകളിലേക്ക് LDF ലീഡ് ചെയ്യുന്നു. 90 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ നില. UDF 48 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. നേമം മാത്രമാണ് NDAയുടെ കണക്കിലുള്ളത്. PC ജോർജ് പൂഞ്ഞാറിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും വിജയപ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് UDF ജയിച്ചിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രന് വിജയമുണ്ടായിട്ടുണ്ട്. ഇരവിപുരത്ത് M നൌഷാദ് LDF സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. അങ്ങനെ വിജയപ്രഖ്യാപനങ്ങൾ കൂടെ വരുന്നു. കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന് ജയിച്ചു. കാസർഗോഡ് രവീഷ് തന്ത്രി രണ്ടാമതായി. AASIS തോറ്റു. പ്രമുഖർ UDFിന്റെ പ്രമുഖർ അഴീക്കോട് നിന്നും വ്യത്യസ്തമായ ഒരു വാർത്ത വരുന്നുണ്ട്. അഴീക്കോട് KM ഷാജി ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അഴീക്കോട് KM ഷാജി ലീഡ് ചെയ്യുന്നു. 918 വോട്ടുകൾക്ക് അഴീക്കോട് KM ഷാജി ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 918 വോട്ടുകൾക്ക് KM ഷാജി ലീഡ് ചെയ്യുകയാണ്. MV നികേഷ് കുമാർ ആദ്യം മുതൽ അവിടെ ലീഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ 918 വോട്ടുകൾക്ക് അദ്ദേഹം പിന്നിലായിരിക്കുന്നു എന്ന വിവരമാണ് കണ്ണൂരിൽ നിന്നും അഴീക്കോട് നിന്നും ലഭിക്കുന്നത്. വലിയ തോതിലുള്ള LDF തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് എന്നത് സംബന്ധിച്ച് സംശയമില്ലാത്ത കാര്യമാണ്. 90 സീറ്റുകളിലേക്ക് LDFിൻ്റെ സീറ്റ് നില ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവരം പുതിയതായിട്ടുള്ളത് അഴീക്കോട് നിന്നുള്ള MV നികേഷ് കുമാറിൻ്റെ പിന്നോട്ട് പോക്കാണ്. 981 വോട്ടുകൾക്ക് അദ്ദേഹം പിന്നിലാണ്. കണ്ണൂരിൽ അതൊഴിച്ചാൽ ബാക്കി 3 സീറ്റുകളിൽ UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ. 140-ൽ 90 ഇടത്ത് LDF വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, അഴീക്കോട് MV നികേഷ് കുമാർ പിന്നിലായിരിക്കുന്നു എന്നാണല്ലോ വിവരം. വിശദാംശങ്ങൾ എന്താണ്? 23 ബൂത്തുകൾ മാത്രമാണ് ഇനി എണ്ണാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ 912 വോട്ടുകൾക്ക് KM ഷാജി ലീഡ് ചെയ്യുകയാണ്. വോട്ടെണ്ണിയുടെ ഒരു ഘട്ടത്തിലും MV നികേഷ് കുമാർ പിന്നിൽ പോയിരുന്നില്ല. എന്നാൽ വള്ളപട്ടണം പഞ്ചായത്ത് എണ്ണി അവസാനിക്കുമ്പോഴാണ് കൃത്യമായി KM ഷാജി ഒരു മുന്നേറ്റം നടത്തുക എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 25 ബൂത്തുകൾ മാത്രമാണ്. അതായത് പള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗങ്ങളും പുഴാതി പഞ്ചായത്തും മാത്രമാണ് ഇനി എണ്ണാനുള്ളത്. ഇവിടങ്ങളിൽ UDFന് മെജോറിറ്റി ഉള്ള UDFന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ്. ഒന്നുകൂടെ ഈ പുഴാതി ഇനി എണ്ണാനുള്ള പഞ്ചായത്തുകൾ, ഇനി എണ്ണാനുള്ള സ്ഥലങ്ങൾ UDF അനുകൂല സ്ഥലങ്ങളാണോ? തീർച്ചയായും ഇത് പള്ളിക്കുന്ന് പുഴാതി മേഖലകളാണ് ഇനി എണ്ണിത്തീർക്കാനുള്ളത്. ഇവിടെ UDFന് കൃത്യമായ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇവിടെ KM ഷാജിയുടെ ഭൂരിപക്ഷം 912 ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. KM ഷാജിയുടെ 421 കുറഞ്ഞു എന്നാണ് കാണുന്നത്. KM ഷാജിയുടെ ലീഡ് നില 421 നിലയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് MV നികേഷ് കുമാറിനേക്കാൾ എന്നാണ് കാണുന്നത്. പുഴാതി പഞ്ചായത്താണെങ്കിൽ സുനിൽ, പുഴാതി പഞ്ചായത്തല്ലേ ഈ PK രാഗേഷ് വിമതനൊക്കെ ഒരു ശക്തിയുള്ള സ്ഥലം? ഒരു സ്ഥലം വിമതന്റെ PK രാഗേഷിന് വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ പുഴാതി പഞ്ചായത്ത്. പള്ളിക്കുന്ന് പുഴാതി പഞ്ചായത്തുകളിലാണ് PK രാഗേഷിന്റെ സ്വാധീന മേഖലകൾ എന്ന് പറയാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന അട്ടിമറികൾ, തീർച്ചയായും ഇവിടെ വോട്ടുകളിൽ ഉണ്ടാകുന്ന അടിയൊഴുക്കുകൾ സ്വാഭാവികമായും ഈ വിജയത്തെ ആരുടെയായാലും ആ വിജയത്തെ പൂർണ്ണമായും ബാധിക്കുമെന്ന് ഉറപ്പാണ്.
കൃത്യമായി പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുള്ളത്. 23 ബൂത്തുകൾ മാത്രമാണ് അഴീക്കോട് മണ്ഡലത്തിൽ ഇനി എണ്ണാനുള്ളത് എന്നാണ് സുനിൽ ഐസക് നൽകുന്ന വിവരം. 23 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. KM ഷാജി ഇപ്പോൾ 421 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു MP നികേഷ് കുമാറിനേക്കാൾ എന്നതാണ് വിവരം. പുഴാതി പഞ്ചായത്തും വള്ളിക്കുന്ന് പഞ്ചായത്തിലെ ചില ബൂത്തുകളുമാണ് അത് കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും 311 വോട്ടുകളിലേക്ക് KM ഷാജിയുടെ ലീഡ് കുറഞ്ഞിട്ടുണ്ട് MP നികേഷ് കുമാറിനേക്കാൾ. പുഴാതി വള്ളിക്കുന്ന് പഞ്ചായത്തുകളിൽ 23 പഞ്ചായത്തുകളിലാണ് ഇനി എണ്ണാനുള്ളത്. 23 ബൂത്തുകളിലാണ്. നമുക്ക് TV രാജേഷിന്റെ പ്രതികരണം കല്യാശ്ശേരിയിലെ സ്ഥാനാർത്ഥി അതിലേക്ക്. വിജയം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്താണ് ഈ അവസരത്തിൽ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ മേൽക്കൈ നേടുകയാണ്. ഇടതുപക്ഷം വിജയം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഴിമതി, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളെ എല്ലാ മര്യാദകളും ലംഘിച്ച് കൈകാര്യം ചെയ്യുന്ന അങ്ങേയറ്റത്തെ അധാർമികമായ നടപടി, ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്തതിനെതിരായിട്ട്, അതോടൊപ്പം വർഗീയ പ്രീണനത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വിധിയെഴുത്താണിത്. അതോടൊപ്പം കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത സ്ഥാനാർത്ഥിയെതിരായി വ്യക്തിഹത്യ, അപകീർത്തിപ്പെടുത്തുന്ന നോട്ടീസുകളൊക്കെ UDFിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് രംഗത്തിറക്കിയത്. മുഖ്യമന്ത്രി വന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് സ്ഥാനാർത്ഥിയെ പേരെടുത്ത് അങ്ങേയറ്റ അവഹേളനത്തിൻ്റെ രൂപത്തിൽ അപകീർത്തിപരമായ സംസാരം അവിടെ ഉണ്ടായത്. അതിനൊക്കെ ജനങ്ങൾ വോട്ടിലൂടെ ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേരുകയാണ്. TV രാജേഷ് കല്യാശ്ശേരിയിൽ നിന്ന് വിജയിച്ച TV രാജേഷിന്റെ പ്രതികരണമാണ് കണ്ടത്. അദ്ദേഹത്തിന് 42,891 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് TV രാജേഷ് കല്യാശ്ശേരിയിൽ വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെയുള്ള വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കൊന്നുകൂടെ അഴീക്കോട്ടേക്ക് പോകേണ്ടതുണ്ട്. അഴീക്കോട്ട് KM ഷാജി 581 വോട്ടുകൾക്ക് MP നികേഷ് കുമാറിനേക്കാൾ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ സുനിൽ ഐസക് വിവരം നൽകുമ്പോൾ 23 ബൂത്തുകൾ മാത്രമാണ് എണ്ണാൻ ബാക്കിയുണ്ടായിരുന്നത്. അത് പുഴാതി വള്ളിക്കുന്ന് പഞ്ചായത്തുകളിലാണ്. പുഴാതി വള്ളിക്കുന്ന് പഞ്ചായത്തുകൾ 655 എന്ന വോട്ട് ലീഡ് നിലയായി ഉയർന്നിട്ടുണ്ട് KM ഷാജിയുടേത് MP നികേഷ് കുമാറിന് മേൽ. UDF കേന്ദ്രങ്ങളിലാണ് വോട്ട് ഇനി എണ്ണാനുള്ളത്. പക്ഷേ അതേസമയം തന്നെ അവിടെ വിമതനായ PK രാഗേഷിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടെയാണ് പുഴാതി വള്ളിക്കുന്ന് പഞ്ചായത്തുകളിൽ നിന്ന് നേരത്തെ സുനിൽ ഐസക് റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിൽ തന്നെയും 655 വോട്ടുകളുടെ ലീഡിന് KM ഷാജി ഈ ഘട്ടത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് MP നികേഷ് കുമാറിനേക്കാൾ. ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോകാതെ MP നികേഷ് കുമാർ ലീഡ് ചെയ്തിരുന്ന സ്ഥലമാണ് അഴീക്കോട്. ഇപ്പോൾ പക്ഷേ അത് 655 ഉയരുകയാണ്. ഷാജിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന നിലയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. KM ഷാജി 655 വോട്ടുകൾക്ക് MP നികേഷ് കുമാറിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ 655 ആ മേഖലയിലെ ആ മണ്ഡലത്തിലെ KM ഷാജിക്കുള്ള ലീഡ് നില. 655 വോട്ടുകൾക്ക് അവിടെ മാറി മറിയുന്നുണ്ട്. പക്ഷേ എങ്കിലും പ്രതീക്ഷ വെക്കാവുന്ന നിലയുണ്ട് ഇപ്പോഴും. സ്വാഭാവികമായും പുഴാതി വള്ളിക്കുന്ന് പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിൽ UDFന് വലിയ വിമതശല്യമുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ KM ഷാജി 759 ആക്കി ആ നില ഉയർത്തിയിട്ടുണ്ട്. 759 KM ഷാജിയുടെ ലീഡ് നില പതുക്കെ ഉയർന്നു വരുന്ന നിലയാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് UDFിൻ്റെ പഞ്ചായത്തുകളാണ്, UDFിൻ്റെ ബൂത്തുകളാണ് എണ്ണാനുള്ളത് എന്ന വിവരമായിരുന്നു നേരത്തെ ലഭിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെയും UDF കേന്ദ്രങ്ങളാണെങ്കിൽ തന്നെയും അവിടെ PK രാഗേഷിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടെയാണ് എന്നതുകൊണ്ട് ഒരുപക്ഷെ മാറിയേക്കാം. ഇപ്പോൾ മാനന്തവാടി, കൽപ്പറ്റ തുടങ്ങിയ മണ്ഡലങ്ങളിലെ വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ്, വിശദാംശങ്ങൾ എന്താ? സനീഷ്, 2 മണ്ഡലങ്ങളിൽ കൽപ്പറ്റയിലും മാനന്തവാടിയിലും LDF ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കൽപ്പറ്റയിൽ 3200 പരം വോട്ടുകൾക്ക് LDFിന്റെ സ്ഥാനാർത്ഥി CK ശശീന്ദ്രൻ ലീഡ് ചെയ്യുന്നു. മാനന്തവാടിയിൽ 4000 വോട്ടുകൾക്ക് മന്ത്രി PK ജയലക്ഷ്മി മത്സരിക്കുന്ന മണ്ഡലത്തിൽ 4000 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി OR കേളു ലീഡ് ചെയ്യുന്നു. ബത്തേരി മണ്ഡലത്തിൽ ഏറെക്കുറെ IC ബാലകൃഷ്ണൻ UDFിന്റെ സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണൻ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു ബൂത്ത് മാത്രമാണ് ഇനി ബത്തേരിയിൽ എണ്ണാനുള്ളത്. ഇപ്പോൾ തന്നെ 12,000-ലധികം വോട്ടുകൾക്ക് IC ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുകയാണ്. ഏറെക്കുറെ അവിടെ വിജയം UDF ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൽപ്പറ്റയിലും മാനന്തവാടിയിലും ആണ് ഇപ്പോൾ ഇനി കാര്യമായി എണ്ണാനുള്ളത്. മനേഷ്, ഈ കൽപ്പറ്റയിൽ ശ്രേയംസിനേക്കാൾ 3255 വോട്ടിന്റെ ലീഡാണ് ശശീന്ദ്രനുള്ളത്. ഇനി എണ്ണാനുള്ള ബൂത്തുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളവയാണോ?
ഗോപി, പൊഴുകന, വൈത്തിരി, മേപ്പാടി, മൂപ്പൈനാട് പഞ്ചായത്തുകളാണ് ഇനി കാര്യമായി എണ്ണാനുള്ളത്. ഇപ്പോൾ കൽപ്പറ്റ നഗരസഭ എണ്ണി കഴിഞ്ഞിരിക്കുന്നു. ഈ മണ്ഡലങ്ങളിൽ മൂപ്പനാട് പഞ്ചായത്തിൽ മാത്രമാണ് UDF കാര്യമായ ഒരു സാധ്യത കൽപ്പിക്കുന്നത്. ബാക്കിയെല്ലാം തോട്ടമേഖലയാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ തൊഴിലാളി സംഘടനകൾ, LDF തൊഴിലാളി സംഘടനകൾ വളരെ ശക്തമാണ്. അവിടങ്ങളിലൊന്നും തന്നെ UDF ലീഡ് നേടാനുള്ള സാധ്യതയില്ല. മൂപ്പനാട് പഞ്ചായത്ത് മാത്രമാണ് ഇനിയിപ്പോൾ UDF പ്രതീക്ഷയാകുന്ന ഒരേ ഒരു പഞ്ചായത്ത്. ഗോപി, അപ്പോൾ CK ശശീന്ദ്രന്റെ ലീഡ് ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. മാനന്തവാടിയിൽ PK ജയലക്ഷ്മിയുടെ കാര്യത്തിൽ 2166 ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ലീഡ്. അതെ, ആദ്യം മുതൽ തന്നെ OR കേളു അവിടെ LDF സ്ഥാനാർത്ഥി OR കേളു അവിടെ ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. ഇടയ്ക്ക് 1-2 തവണകളിൽ മാത്രമാണ് PK ജയലക്ഷ്മിക്ക് ലീഡ് നേടാനായത്. ഇനിയുള്ളത് മാനന്തവാടി മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇനി എണ്ണാനുള്ള വോട്ടുകൾ വെള്ളമുണ്ടയും പനമരവുമാണ്. ഇവിടെ UDF സാധ്യതകളുള്ള മണ്ഡലങ്ങൾ. എന്നാൽ പനമരം നിലവിലെ സാഹചര്യത്തിൽ പനമരം പഞ്ചായത്ത് ഈക്വൽ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മാനന്തവാടിയിലും LDF ആണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ മാനന്തവാടിയിലും കൽപ്പറ്റയിലും LDF നല്ല രീതിയിൽ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ മാനന്തവാടിയെ സംബന്ധിച്ച് ഇപ്പോൾ ലീഡ് നിലയിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. 4000-ലധികം വോട്ടുകൾക്കായിരുന്നു OR കേളു. മനീഷ്, വിവരങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾക്കായി അങ്ങോട്ട് വരാം. ഇപ്പോൾ അഴീക്കോടാണ് ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം. KM ഷാജി 613 വോട്ടുകളുടെ ലീഡ് അവിടെ നേടിയിരിക്കുന്നു. ആ ലീഡ് നില പിന്നെയും ഉയർന്നിരിക്കുന്നു. 900 വോട്ടുകളുടെ ലീഡാണ് അവിടെ ഉള്ളത്. അതേസമയം കാസർഗോഡ് നിന്ന് മറ്റൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. കാസർഗോഡ് ഉദുമയിൽ K സുധാകരൻ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാസർഗോഡ് ഉദുമയിൽ LDF സ്ഥാനാർത്ഥി K കുഞ്ഞിരാമൻ മുന്നിൽ കയറി വന്നിരിക്കുന്നു. 1795 വോട്ടുകൾക്ക് K സുധാകരനേക്കാൾ മുന്നിലാണ് അദ്ദേഹം. ആദ്യഘട്ടം മുതൽ വലിയ മാറ്റമുണ്ടാക്കും ഉദുമയിൽ എന്ന തോന്നലുണ്ടാക്കിയാണ് K സുധാകരൻ മത്സരിച്ചതും. ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ അങ്ങനെയായിരുന്നു സ്ഥിതി. പക്ഷേ ഇപ്പോൾ 1795 വോട്ടുകൾക്ക് K സുധാകരൻ പിന്നിലാണ്. K കുഞ്ഞിരാമൻ നിലവിലെ MLA തന്നെ അവിടെ ലീഡ് ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ കാസർഗോട്ടെ ഉദുമയിൽ എന്ത് സംഭവിക്കുന്നു, കണ്ണൂരിലെ അഴീക്കോട് എന്ത് സംഭവിക്കുന്നു, എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതായിരിക്കണം. തൃപ്പൂണിത്തുറയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജ് ഇപ്പോൾ 1906 വോട്ടുകൾക്ക് മന്ത്രി K ബാബുവിനേക്കാൾ മുന്നിലാണ്. മാനന്തവാടിയിൽ മന്ത്രി PK ജയലക്ഷ്മി പിന്നിലാണ്. അഴീക്കോട് MP നികേഷ് കുമാർ ഇതുവരെ ലീഡ് ചെയ്തിരുന്നു. എന്നാൽ KM ഷാജി ഇപ്പോൾ ലീഡ് നില 900 ഉയർത്തിയിരിക്കുന്നു അഴീക്കോട്. ഉദുമയിൽ K സുധാകരൻ പിന്നിൽ പോയിരിക്കുന്നു. വളരെ 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 വ്യത്യാസമുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് അറിയേണ്ടുന്ന ഒരു റിസൾട്ട് കൂടെയുണ്ട്. പട്ടാമ്പിയിൽ നിന്നാണത്. മുഹമ്മദ് മുഹ്സിൻ LDF യുവ സ്ഥാനാർത്ഥി 5149 വോട്ടുകളുടെ ലീഡാണ് CP മുഹമ്മദിന് മേൽ നേടിയിരിക്കുന്നത് എന്ന വിവരമാണ് അവിടെയുള്ളത്. മുഹമ്മദ് മുഹ്സിൻ LDF സ്ഥാനാർത്ഥി CP മുഹമ്മദിന് മേൽ 5149 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്നതാണ് വിവരം അവിടെ നിന്നുള്ളത്. നമുക്ക് തിരിച്ച് അഴീക്കോടേക്ക് തന്നെ ഒന്നുകൂടെ പോകേണ്ടതുണ്ട് ഗോപി. അഴീക്കോടാണ് ഈ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഴീക്കോട് KM ഷാജി 810, ഇടയ്ക്ക് 900 ആയിരുന്നു വോട്ട് ലീഡ് നിലയെങ്കിൽ ഇപ്പോഴത് 810 കുറഞ്ഞു വന്നിട്ടുണ്ട്. അവസാനം വരെ നികേഷിന് LDF പ്രതീക്ഷ വെക്കാവുന്ന സാധ്യത അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഇനി അങ്ങോട്ട് എണ്ണാനുള്ളത് UDF കേന്ദ്രങ്ങളിലെ വോട്ടാണ് എന്നതാണ് സുനിൽ ഐസക് നൽകുന്ന വിവരം. അതുകൊണ്ട് ഒരുപക്ഷെ നിരാശപ്പെടേണ്ടി വരും എന്ന തോന്നൽ കൂടെയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക്. KM ഷാജി 810 വോട്ടുകളുടെ ലീഡ് MP നികേഷ് കുമാറിന് മേൽ നേടിയിരിക്കുന്നുണ്ട് ഇപ്പോൾ. റൈറ്റ്, ആലപ്പുഴ മണ്ഡലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 മണ്ഡലങ്ങൾ ഇപ്പോഴുള്ളത് ഒന്ന് കുട്ടനാടും ചെങ്ങന്നൂരുമാണ്. കുട്ടനാട് LDF സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി 2402 വോട്ടുകൾക്ക് മുന്നിലാകുന്നു. താനൂരിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കപ്പെട്ട താനൂരിൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ലീഡ് കേവലം 16 വോട്ടുകളാണ്. കേവലം 16 വോട്ടുകളാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ലീഡ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ V അബ്ദുറഹ്മാനേക്കാൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി സിറ്റിംഗ് MLAയുടെ ലീഡ് 208 മാത്രമാണ്. ഇപ്പോൾ 208 ആണ്. അവിടെ വലിയ മത്സരമാണ് നടക്കുന്നത്. വലിയ ഇരു മുന്നണികളുടെയും പ്രവർത്തകർ വലിയ ആകാംക്ഷയിലാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി 208 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് 2 അക്ക ലീഡിലേക്ക് തലകുത്തി വീണിരുന്നു അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ലീഡ് നില. ഇപ്പോഴത് 208 എന്ന നിലയിലേക്ക് വരുന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും V അബ്ദുറഹ്മാന് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രവർത്തകർക്ക് പ്രതീക്ഷ വെക്കാവുന്ന നില ഇപ്പോഴുമുണ്ട്. 208 വോട്ടുകളുടെ ലീഡാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് അവിടെ ഉള്ളത്. ഒന്നുകൂടെ വളരെ പെട്ടെന്ന് ഒരു പക്ഷേ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. O രാജഗോപാലിൻ്റെ നില എന്താണെന്നറിയാം. നേമത്ത് O രാജഗോപാൽ 9137 എന്ന ഏതാണ്ട് അദ്ദേഹത്തിന് ആശ്വസിക്കാവുന്ന NDAക്ക് ആശ്വസിക്കാവുന്ന ഭൂരിപക്ഷത്തിൽ എത്തിയിട്ടുണ്ട്. കുറ്റ്യാടിയിലേക്ക് പോയാൽ, കോഴിക്കോട് കുറ്റ്യാടിയിലേക്ക് പോയാൽ 258 വോട്ടുകൾക്ക് KK ലതിക LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്.
കുറേ നേരത്തേക്ക് അവർ പിന്നിലായിരുന്നു. ഏതാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാക്കിക്കൊണ്ടാണ് അവർ പിന്നിൽ പോയത്. പക്ഷേ ഇപ്പോൾ 258 എന്ന ചെറിയ ഭൂരിപക്ഷത്തിൻ്റെതാണെങ്കിലും മുന്നിലേക്ക് വന്നിട്ടുണ്ട് കെ ലതിക. മത്സരമാണ് അവിടെ നടക്കുന്നത്. അഴീക്കോട്, കുറ്റ്യാടി തുടങ്ങിയിടങ്ങളിൽ മത്സരം നടക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട പെരിന്തൽമണ്ണയിൽ ശശികുമാർ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ വടക്കുനിന്ന് നോക്കുമ്പോൾ കാസർഗോഡ് ഉദുമ, അവിടെ കെ സുധാകരൻ പിന്നിലാണ്. അഴീക്കോട്, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്, അവിടെ എം വി നികേഷ് കുമാർ ഇപ്പോൾ 800 ജില്ലാ വോട്ടുകൾക്ക് പിന്നിലാണ്. കുറ്റ്യാടിയിൽ കെ ലതിക ഇപ്പോൾ മുന്നിലാണ്. വലിയ മത്സരം നടക്കുന്ന താനൂരിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ സിറ്റിംഗ് MLA അബ്ദുറഹ്മാൻ അണ്ടത്താണി താനൂരിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ മുന്നിലാണ്. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് മുന്നിലാണ്. ചെങ്ങന്നൂരിൽ PC വിശ്വനാഥ് നേരിയ ഭൂരിപക്ഷത്തിൽ മുന്നിലാണ്. നേമത്ത് 9000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം നിലനിർത്തി ഒ രാജഗോപാൽ വിജയപ്രതീക്ഷയിലുമാണ്. ഇല്യാസ്, എന്താണ് നില? താനൂരിൽ എന്താണ്, എങ്ങനെയാണ് വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്നത്? ഗോപികൃഷ്ണൻ, താനൂരിൽ 49 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 271 വോട്ടിന് മാത്രമാണ് അബ്ദുറഹ്മാൻ അണ്ടത്താണി മുന്നിട്ട് നിൽക്കുന്നത്.